ഒരു ബിസിനസ് ഓണറോട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ബിസിനസ്സിൽ ഭയങ്കര മിടുക്കനാണ്. ഏറ്റവും വലിയ വീക്ക്നെസ് ബിസിനസ് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും അറിയാത്തതല്ല, ആ ഉണ്ടാക്കിയ പൈസ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തതാണ് ഒരു ബിസിനസ് ഓണറുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും. അയാൾ പിന്നീട് ബിസിനസ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തളർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ കാരണത്താലല്ല, ഈ പേഴ്സണലി ഉണ്ടാക്കിയ ക്യാഷ് അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് അത് നശിച്ച് അതുകൊണ്ട് വരുന്ന EMI, ബാങ്ക് ലോൺ, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ബിസിനസ് തകരാറ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ് ഓണർ, ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞുതരാം. ഇപ്പം ഈ അടുത്ത് നമ്മുടെ BCC കമ്മ്യൂണിറ്റിയിലെ മെമ്പറായിട്ട് ജോയിൻ ചെയ്ത, പിന്നെ ദുബായ് ബേസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന, ഏകദേശം ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ അതല്ലെങ്കിൽ പിന്നെ MEP മേഖലയിൽ ഏകദേശം 10 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇയേഴ്സൊക്കെ 5ഉം 6ഉം വർഷങ്ങളൊക്കെ നല്ല പ്രോഫിറ്റുള്ള വർഷങ്ങളായിരുന്നു. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക 2 മില്യൺ 3 മില്യൺ 4 മില്യൺ റിയാലൊക്കെ വർഷത്തിൽ മാറ്റി വെക്കുന്നുണ്ട് അയാൾ, ലാഭമായിട്ട് നെറ്റ് പ്രോഫിറ്റായിട്ട് വിത്ഡ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വിത്ഡ്രോ ചെയ്ത ക്യാഷ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ മാറ്റം. അദ്ദേഹം അത് മറ്റുള്ള ഇയാളുടെ ബിസിനസ് അല്ലാത്ത, അതായത് സിവിൽ ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് MEP അല്ലാത്ത ഇപ്പം മറ്റ് ബിസിനസ്സുകൾ, ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടു അത് പൊട്ടി, റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ടു അത് പൊട്ടി, ട്രേഡിങ്ങിൽ കൊണ്ടുപോയിട്ടു വലിയ പൊട്ടൽ പൊട്ടി, റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടു അത് അവിടെ ലോക്കായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി പറഞ്ഞുതരാം. 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡിലെല്ലാം ബാലൻസ് ഫുള്ളാണ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ മാസത്തിൽ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് ലോൺ ഉണ്ട്, നിയർലി 1.5 മില്യൺ സംതിങ് ബാങ്ക് ലോൺ ഉണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. കാർ ലോണുകളുണ്ട്. അങ്ങനെ ലോണോട് ലോൺ തന്നെ, അതായത് ബാങ്ക് ലോണ്, കാർ ലോണ്, ക്രെഡിറ്റ് കാർഡ് ലോണ്, ലോണ്. ബിസിനസ്സിൽ ഓപ്പറേഷണൽ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. സാലറി കൊടുക്കാൻ പൈസ ഉണ്ടോ? ഇല്ല. സാലറി സമയത്തിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. മര്യാദയ്ക്ക് നടന്നു പോകുന്ന ബിസിനസ്സിൻ്റെ മൊത്തം പ്രോഫിറ്റും അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോണുകളും ഈ EMIകളും ഈ ബാങ്കുകളുമാണ്, അല്ലെങ്കിൽ ബാങ്കുകൾ കൊണ്ടുപോവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത് പേഴ്സണൽ വെൽത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻ്റ് ആണ്. കയ്യിൽ ക്യാഷ് വന്നാൽ ആദ്യം പഠിക്കേണ്ടത് ഒരു സ്കില്ല് ആ ക്യാഷിനെ ഹോൾഡ് ചെയ്യാനാണ്. ഹോൾഡ് ചെയ്യാൻ മീൻസ് ക്യാഷ് വന്ന ഉടനെ, ഇപ്പോൾ എനിക്കറിയാം ഒരാൾ, അയാൾക്ക് നാളെ 1 ലക്ഷം റിയാൽ കിട്ടാനുണ്ടെങ്കിൽ അയാൾ ഇന്ന് പോയിട്ട് ഒരു കാറ് ബുക്ക് ചെയ്തിട്ട് ആ കാറിന് ഡൗൺ പേയ്മെൻറ്റ്, ഫുൾ പേയ്മെൻ്റ് അല്ല, EMIൻ്റെ അടക്കാനുള്ള പൈസ പിന്നെ എങ്ങനെയെങ്കിലും വന്നോളല്ലോ, ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 1 ലക്ഷത്തിൻ്റെ ചെക്ക് ഇന്ന് ആൾ എഴുതി കൊടുക്കും. ഇനി നാളെ ആ ക്യാഷ് കിട്ടിയില്ലെങ്കിലോ എന്ന് പോലും അയാൾ ചിന്തിക്കുന്നത്. അതായത് നാളെ കിട്ടാനുള്ള ക്യാഷ് ഇന്ന് ചിലവാക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അത് കണ്ടിട്ട്, അല്ലെങ്കിൽ അടുത്ത മാസം കിട്ടാനുള്ള ക്യാഷ് ഈ മാസം ചിലവാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം പഠിക്കേണ്ടത് ഒരു ക്യാഷ് വന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങൾക്കിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് 1 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ ആ 1 മില്യൺ ഒന്ന് അക്കൗണ്ടിൽ വെക്കി കുറച്ച് നേരം, ഒരു 2 ആഴ്ച 3 ആഴ്ച, 1 മാസം 2 മാസം. ലെറ്റ് us തിങ്ക്, പ്ലാൻ ആൻഡ് അലോക്കേറ്റ്. അതാണ് ആദ്യത്തത്. രണ്ടാമത്തതാണ് വെറും ഇപ്പോൾ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് നമ്മൾ വിത്ഡ്രോ ചെയ്യുമ്പോൾ പകുതിയൊക്കെ നമ്മൾ വീണ്ടും ബിസിനസ് തന്നെ ഇടും, ബാക്കി നമ്മൾ പിൻവലിക്കുള്ളൂ. അത് പിന്നെ വീണ്ടും കൊണ്ടുപോയിട്ട് ബിസിനസ്സിലിടരുത്, ഈ ബിസിനസ്സിലിടരുത്. നിങ്ങളെ ക്യാഷ് ഓൾറെഡി നിങ്ങൾ ഇട്ടല്ലോ, വീണ്ടും ഇടരുത്. ഇനി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിൽ ഇപ്പം ഞാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടോ? ഇല്ല, ഒരു ഗോൾഡേ ഇല്ല. ആകെ പെണ്ണുങ്ങളെടുത്തുള്ള കല്യാണത്തിൻ്റെ സമയത്ത് പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗോൾഡ് പോലും വിറ്റിട്ടാണ് ഇയാൾ ബിസിനസ് തുടങ്ങിയിട്ട് പിന്നെ ഗോൾഡ് ഒന്നും വാങ്ങിയിട്ടില്ല. ആഭരണങ്ങൾ വാങ്ങരുത് എന്നുള്ളതാണ് മറ്റൊരു നിയമം. അത് ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല, ഗോൾഡില്ല. മ്യൂച്വൽ ഫണ്ട്സ് വല്ലതുണ്ടോ? അതുമില്ല. ETF വല്ലതുണ്ടോ? അതുമില്ല. PMSൽ കുറച്ച് ക്യാഷ് ഉണ്ടോ? 50 ലക്ഷം 1 കോടിയോ? അതുമില്ല. എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് അല്ല. അപ്പോൾ ദുബായിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പലതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഒരു ബിസിനസ് ഓണർ പഠിക്കേണ്ട ഏറ്റവും വലിയ സ്കില്ല്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് പഠിക്കേണ്ടത് ക്യാഷ് ഉണ്ടായാൽ ഞാൻ അതിനെങ്ങനെ സ്പെൻഡ് ചെയ്യും, അതിനെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, എങ്ങനെ ഗ്രോ ചെയ്യുന്നുള്ള. അതറിയാത്തവൻ ഏത് ബിസിനസ് ചെയ്തിട്ടും എത്ര കോടികൾ. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഈ അടുത്ത് പിന്നെ ഇവിടെ ഖത്തർ ബേസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഏകദേശം വർഷത്തിൽ നിയർലി അയാൾക്ക് 15 കോടിയോളം നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്. അതാണ് വലിയ സംഖ്യ. അപ്പോൾ ഒരു നിയർലി 12 to 13 years ആയി ഇയാൾ ബിസിനസ്സിൽ, അതായത് വലിയ ഒരു സംഖ്യ ഇയാളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താ? എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ചോദിക്കുക, ഞാൻ ചിരിച്ച് കുറേ ശരിക്കും അയാളും ചിരിക്കുക ഞാനും ചിരിക്കുക, അയാൾ തന്നെ അയാളുടെ പൊട്ടത്തരം പറയാണ്, ഞാനും ചിരിക്കുക അയാളും ചിരിക്കുക. അപ്പം കുറേ ബിസിനസ്സിൽ അതിൽ ഓനൊരാശയം പറഞ്ഞു, ഓൻ പൈസ ഇറക്കിയില്ല, ഞാൻ ഫുള്ള് പൈസ ഇറക്കി 8 കോടി, എന്നിട്ട് ലാസ്റ്റ് ഓനത് വിജയകരമാക്കിയില്ല, 8 പോയി, എൻ്റെ 8 കോടി പോയി. അവിടെ പൈസ ഇറക്കി, അത് 4 കോടി പോയി. ഇവിടെ പൈസ ഇറക്കി, അവിടെ 2 കോടി പോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വർഷവും ഇയാൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഫുള്ള് ഫ്ലോപ്പ്. ഇയാളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്ത് മൾട്ടിനാഷണലാക്കി മറ്റ് കൺട്രികളിലേക്ക് വ്യാപിപ്പിച്ച് വലിയൊരു ബ്രാൻഡാക്കി അതിനെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല. കച്ചവടം ഖത്തറിൽ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്യാഷ് മുഴുവൻ അവിടെയും ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. എല്ലാ വർഷവും ഒരു ആവറേജ് ഞാൻ കണക്കൂട്ടി നോക്കി, എവറി ഇയർ ഹി ഹാസ് എ ലോസ് ഓഫ് അറൗണ്ട് 8 കോടി.
ഒരു 8 കോടിയെങ്കിലും ആവറേജ് ആയുള്ള ഒരാൾ പറ്റിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുണ്ട്, ആളുകളുണ്ട്. നമുക്ക് ചിലപ്പോൾ കേട്ടാൽ വിശ്വസിക്കാൻ പോലും പറ്റില്ല. അതായത് പേഴ്സണൽ വെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ്, കിട്ടിയ ക്യാഷ് അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത്, ഈ ബിസിനസ് ഇല്ലാത്തൊരു കാലം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വാർ വന്നു, നമ്മളെ ചിലപ്പോൾ ബിസിനസ് സ്റ്റോപ്പായി പോവാം, അതല്ലെങ്കിൽ ലോസിലേക്ക് പോവാം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിട്ടുപോരേണ്ട ഒരു എന്തോ സംഭവിക്കാമല്ലോ. അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരു കൃത്യമായ വരുമാനം വരുന്ന, ഒരു 4, 5, 6, 7, 10 ലക്ഷം മാസത്തിൽ വരുമാനം തരുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, നമ്മളെ മരണശേഷം നമ്മളെ കുട്ടികളിലേക്ക് സമ്പത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മോഡലുകൾ എന്തൊക്കെ എന്ന് പഠിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസിന്റെ ക്യാഷ് അല്ലാത്ത ഒരു പേഴ്സണൽ ക്യാഷ് ഉണ്ടാക്കിയെടുക്കുക. അതൊരു വർഷം ഒരു 10-15% ഗ്രോ ചെയ്യുക. നമ്മുടെ കാലശേഷം നിലനിൽക്കുക. റിട്ടയർമെന്റ് കാലത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുൾ ക്യാഷും ഇത് തരിക. അങ്ങനെയുള്ള ഒരു സെക്യൂർ സാമ്പത്തിക മാനേജ്മെന്റ് പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു എന്താണ് പറയാം ബിസിനസ് കോച്ചിങ് ക്ലബ്. ചുരുക്കി പറഞ്ഞ, ഒരു ബിസിനസ്സുകാരൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, അവൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ട, അവൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് വെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് പഠിക്കുക എന്നുള്ളത്. അതല്ലാതെ എത്ര കോടി നിങ്ങളുടെ കയ്യിലൂടെ വന്നു പോയിട്ടും കാണില്ല, 100 കോടി വന്നാലും അത് നിങ്ങൾ നശിപ്പിക്കും. കാരണം നിങ്ങൾക്ക് പേഴ്സണൽ വെൽത്ത് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ് അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കയ്യിലൊക്കെ എത്ര ക്യാഷ് വന്നുപോയി, അതൊക്കെ എവിടെ പോയി? ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റൊരു ആശയമായി വീണ്ടും വരാം.